എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലെ 541ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്ത വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയാണിത്. അതുപോലെ തന്നെ 1,00,000 രൂപയോളം തുടക്ക ശമ്പളമായി ലഭിക്കുന്ന തസ്തിക കൂടിയാണിത്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കാനുള്ള പ്രായപരിധി തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലെ 541ഓളം ഒഴിവുകളിലേക്കുള്ള നിയമനം നടത്തുന്നതിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യത ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ബിരുദമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദക്കാർക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ലാസ്റ്റ് സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതുന്നവരെയും വ്യവസ്ഥകൾക്ക് വിധേയമായി പരിഗണിക്കുമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രൊബേഷണറി ഓഫീസർ തസ്തികയുടെ ശമ്പള നിരക്ക് 48,480 രൂപ മുതൽ 85,920 രൂപ വരെയാണ്. തുടക്കത്തിൽ ബേസിക് സാലറിയോടൊപ്പം 4 അഡ്വാൻസ് ഇൻക്രിമെന്റ് കൂടി ഈ തസ്തികയ്ക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ DA, HRA, CCA, പ്രൊവിഡന്റ് ഫണ്ട്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ മുതലായ ആനുകൂല്യങ്ങളും ലഭിക്കും. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജൂലൈ 14 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കാം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. 2025 ഏപ്രിൽ 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. അതുകൂടാതെ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ ഇളവുകളും ലഭിക്കുന്നതാണ്. OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷമാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത്. SC/ST വിഭാഗത്തിന് 5 വർഷവും ഭിന്നശേഷിക്കാർക്ക് 10 മുതൽ 15 വർഷം വരെയാണ് ഇളവ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ എക്സ് സർവീസ്മാനും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. ഈ തസ്തികയുടെ സെലക്ഷൻ പ്രോസസ്സ് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് നടത്തുന്നത്. ഫേസ് 1 ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ആയിരിക്കും. 2025 ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നത്. ഫേസ് 2 ഓൺലൈൻ മെയിൻ എക്സാം ആണ്. ഇത് സെപ്റ്റംബറിലായിരിക്കും ഉണ്ടാവുക. ഫേസ് 3 സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരിക്കും സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവുക. തുടർന്നുള്ള ഇന്റർവ്യൂ, ഗ്രൂപ്പ് എക്സസൈസ് എന്നിവയുടെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുന്നത്. പരീക്ഷയുടെ സിലബസും ടൈം ഷെഡ്യൂളും എല്ലാം ഡീറ്റെയിൽ ആയി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഇതെല്ലാം വിശദമായി അറിയാൻ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാവുന്നതാണ്. ഇനി എക്സാം സെന്ററുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കേരളത്തിൽ പ്രിലിംസ് എക്സാമിന് 10 ജില്ലകളിലായാണ് എക്സാം സെന്ററുകൾ ഉള്ളത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലായാണ് പ്രിലിംസ് എക്സാം സെന്ററുകൾ ഉള്ളത്. മെയിൻ എക്സാമിന് തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് എക്സാം സെന്ററുകൾ ഉള്ളത്. ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. 750 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST, ഭിന്നശേഷിക്കാർ എന്നിവർ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ 2025 ജൂലൈ 14 മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.